Binocular balancing. The final step in the subjective test is binocular balancing. സബ്ജക്റ്റീവ് ടെസ്റ്റിലെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പാണ് ബൈനോക്കുലർ ബാലൻസിംഗ് എന്ന് പറയുന്നത്. Binocular balancing, a process sometimes known as equalizing the accommodative effort or equalization of vision. ബൈനോക്കുലർ ബാലൻസിംഗ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ അക്കോമഡേറ്റീവ് എഫേർട്ടിനെ ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വിഷനെ ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബൈനോക്കുലർ ബാലൻസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An imbalanced correction often leads to asynopia because of unstable accommodation. പേഷ്യൻറ്റിന് നമ്മൾ കൊടുത്ത കറക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്തില്ല, ബൈനോക്കുലർലി ബാലൻസ് ചെയ്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ആസ്റ്റനോപ്പി സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ബൈനോക്കുലർ ബാലൻസിങ്ങിൽ നമുക്ക് സെവറൽ മെത്തേഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് അതിലേറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോഗിങ് ആൻഡ് ഓൾട്ടർനേറ്റ് ഒക്ലൂഷൻ മെത്തേഡ്. With the best accepted lens in trial frame, both eyes are fogged with +1 diopter sphere, reducing the vision. പേഷ്യൻറ്റിന് ഫുൾ കറക്ഷൻ കൊടുക്കുക, ശേഷം പേഷ്യൻറ്റിൻ്റെ ബോത്ത് ഐസും നമ്മൾ +1 diopter sphere യൂസ് ചെയ്ത് നമ്മൾ ഫോഗ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് കറക്റ്റഡ് വിഷൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു എബവ് ആയിട്ടുള്ള ഒരു ലൈനിലേക്കാണ് നമ്മൾ ഫോഗ് ചെയ്യേണ്ടത്. Then a rapid alternative cover test is performed. പേഷ്യൻറ്റിൻ്റെ ബോത്ത് ഐസും നമ്മൾ ഫോഗ് ചെയ്തതിന് ശേഷം ഓൾട്ടർനേറ്റീവ് കവർ ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുക. ദ പേഷ്യൻറ്റ് ഈസ് ആസ്ക്ഡ് ടു ടെൽ അബൌട്ട് ദ ഐ ഷോയിങ് കമ്പാരിറ്റീവ്ലി ക്ലിയറർ ഇമേജ്. ഓൾട്ടർനേറ്റീവ് കവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് അടുത്ത് ചോദിക്കുക ഏത് കണ്ണിലാണ് ബെറ്റർ ആയിട്ട് ക്ലിയർ ആയിട്ട് തോന്നുന്നതെന്ന് ചോദിക്കുക. ഇഫ് ദ ഐസ് ആർ ഇൻ ബാലൻസ് ദ പേഷ്യൻറ്റ് വിൽ റിപ്പോർട്ട് ഈക്വൽ ബ്ലർ ഇൻ ബോത്ത് ഐസ്. ഇപ്പോൾ ബോത്ത് ഐസും ബാലൻസ്ഡ് ആണ്, ബൈനോക്കുലർലി ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഈക്വൽ ബ്ലർനെസ് ആയിരിക്കും ബോത്ത് ഐസിലും ഉണ്ടായിരിക്കുക. If the eyes are not in balance, +0.25 dioptric sphere should be added to the better seeing eye until balance is achieved and both eyes are equal blur. ബൈനോക്കുലർലി ബാലൻസ്ഡ് അല്ല എന്നാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് വൺ ഐയിൽ ബെറ്റർ ആയിട്ട് കാണാനായിട്ട് തുടങ്ങും. ബാലൻസ്ഡ് അല്ലാത്ത കണ്ണിൽ എന്ത് ചെയ്യും, അവർക്ക് ബെറ്റർ ആയിട്ട് കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ആ ഒരു ഐയിലേക്ക് നമ്മൾ +0.25 dioptric sphere നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ബോത്ത് ഐസും പേഷ്യൻ്റെ ബോത്ത് ഐസും നമ്മൾ ഈക്വലി ബ്ലർ ആക്കുകയാണ് ചെയ്യുന്നത്. Now slowly defog both eyes simultaneously until patient can read the 6x6 line. പേഷ്യൻറ്റിൻ്റെ ബോത്ത് ഐസും നമ്മൾ ഈക്വലി ബ്ലർ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ ബോത്ത് ഐസിനും അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡീഫോഗ് ചെയ്ത് വരാം. പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് കറക്റ്റഡ് വിഷൻ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഡീഫോഗ് ചെയ്ത് വരാം. ഡീഫോഗ് ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് കറക്റ്റഡ് വിഷൻ നമുക്ക് കിട്ടി, എന്നാൽ അവിടെ പവർ റിമൈനിങ് ചെയ്യുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ലെൻസിൽ ഒരു +0.25 diopter sphere ഒക്കെ അവിടെ റിമൈനിങ് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ആ ഒരു +0.25 diopter sphere പേഷ്യൻറ്റിൻ്റെ കറക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.